ഹായ് എവ്രി വൺ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് വന്നിട്ട് എ കേസ് ഓഫ് സസ്പീഷ്യൻ എന്നുള്ള ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൽ മെയിൻ രണ്ട് പേരെ കാണിക്കുന്നുണ്ട്. രണ്ട് ക്യാരക്ടേഴ്സിനെയാണ് മെയിനായി പറയുന്നതെങ്കിലും അതിൽ ആരാ ഏറ്റവും മെയിൻ എന്നുള്ളത് കുറച്ച് ഡിബേറ്റബിളാണ്. അപ്പോൾ ഒരു സീനിൽ മാക്സിമം ഉള്ളൂ എന്നുണ്ടെങ്കിലും ആ വ്യക്തിയാണോ അതോ ത്രൂ ഔട്ട് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്ന ഡോക്ടർ ബെൻസൺ ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഒരു ചെറിയൊരു കണ്ടൻസ് മാത്രം. അപ്പോൾ ഇതിൽ വന്നിട്ട് ടൈറ്റിൽ എന്താണ്? എ കേസ് ഓഫ് സസ്പീഷ്യൻ. സംശയം കാരണം വന്ന ഒരു കുഴപ്പം. അപ്പോൾ ആർക്കാണ് ഇതിൽ ലോസ് വന്നത്? ഒരു കൺഫ്യൂഷൻ വന്നാൽ അത് എങ്ങനെ തീർക്കുക എന്ന് ശരിക്കും ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചില ആൾക്കാർക്ക് വാല്യുബിളായിട്ട് കിട്ടിയ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ നിന്നൊന്നും ഉണ്ടാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് തീരുമാനം പറയുന്നത് പെട്ടെന്ന് എടുക്കാൻ പാടില്ല. എങ്ങനെയാണ് എന്താണ് കാര്യം എന്നുള്ളത് എപ്പോഴും ഔട്ട് സ്പോക്കൺ ആയിരിക്കണം. അപ്പോൾ ഇതിൽ തിരക്ക് കൂട്ടി എടുത്ത ഒരു തീരുമാനത്തിൽ ആർക്കാണ് നഷ്ടം ഉണ്ടായത് എന്നാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് സീനിൽ നമ്മളിത് കാണുമ്പോൾ നവംബർ മാസമാണ്. അപ്പോൾ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നവംബറിലെന്ന് പറയുമ്പോൾ നല്ല മഞ്ഞ് പെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് പറയുമ്പോൾ ഡിസംബറിൽ വന്നിട്ട് സ്നോ ആണ്. എന്നാൽ നവംബറിൽ വന്നിട്ട് അതിൻ്റെ കാറ്റ് എത്ര റഫായിട്ടാണ് ആ കാറ്റ് വീശുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്നോ തന്നെ അങ്ങനെ അത്രയ്ക്കും വന്നില്ലെങ്കിലും കാറ്റ് കൂടുതൽ തണുത്ത കാറ്റിങ്ങനെ നവംബറിൽ അടിക്കാൻ തുടങ്ങും. അങ്ങനെ നവംബർ സീസണിലാണ് പറയുന്നത്. അങ്ങനെ ഡോക്ടർ വന്ന് ഒരു പുലർച്ചെ എന്ന് പറയാൻ പറ്റില്ല, മിഡ് നൈറ്റ് ഒന്നും പറയാൻ പറ്റില്ല, നൈറ്റ് 2:00. അപ്പോൾ 2 മണിക്ക് പോയിട്ട് ഒരു കോൾ വരികയാണ്. വേറൊന്നുമല്ല, എമർജൻസി തന്നെ, ഡെലിവറി. അപ്പോൾ ഒരു സ്ത്രീയുടെ ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഡോക്ടറിന് വിളി വരികയാണ്. അപ്പോൾ എന്താണെങ്കിലും ഡോക്ടേഴ്സിന് ഈ മോർണിംഗെന്നോ നൈറ്റെന്നോ ഒന്നും കണക്കില്ലല്ലോ. എപ്പോൾ അവർക്ക് എമർജൻസി സിറ്റുവേഷൻ വന്നാലും ഉറങ്ങുകയാണെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും പോയി തന്നെ ആവണം. അപ്പോൾ കോൾ വന്നു, പെട്ടെന്ന് ഡോക്ടർ എണീച്ചിട്ട് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റൊക്കെ മാറ്റി അങ്ങനെ എണീച്ചിട്ട് പെട്ടെന്ന് സമയം നോക്കിയപ്പോൾ എന്താണ് 2 മണി. അപ്പോൾ വാച്ച് നോക്കുമ്പോൾ സമയം 2 മണിയായപ്പോൾ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആകെ ഒരു ഇറിറ്റേഷൻ. 2 മണിക്ക് പോയിട്ട് വിളിയോ? എന്നിട്ട് വാച്ച് ടേബിളിൻ്റെ മേലെ തന്നെ വെച്ചു. അപ്പോൾ ഈ ഒരു സീൻ ലാസ്റ്റ് വരയ്ക്കും ഒന്ന് ഓർക്കണം. അപ്പോൾ സമയം നോക്കിയിട്ട് അവർ ടേബിളിൻ്റെ മേലെ വാച്ച് വെച്ചു. എന്നിട്ട് റെഡി ആവുകയാണ്. അങ്ങനെ പെട്ടെന്ന് റെഡി ആയതിനു ശേഷം കാർ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ സിഗരറ്റ് പാക്കറ്റൊക്കെ ഓവർകോട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടു. അപ്പോൾ ഈ സ്നോ ടൈമിൽ ചൂട് പിടിക്കാൻ വേണ്ടി തണുപ്പിന്ന് ഒരു ഷെൽട്ടർ, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സിഗരറ്റ് വലിക്കുന്നത്. അങ്ങനെ ഡോക്ടർ സ്മോക്ക് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഒരു ഓവർകോട്ടിൽ ഒരു പാക്കറ്റ് സിഗരറ്റ് ഇട്ടു. അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ കാറാണെങ്കിൽ ആദ്യം സ്റ്റാർട്ടാവുന്നേ ഇല്ല. കൂടുതൽ ബുദ്ധിമുട്ട്. അത് പിന്നെ ക്ലൈമറ്റിൻ്റെ പ്രശ്നം തന്നെ ആവണം. പിന്നെ കാറ് ബുദ്ധിമുട്ടിയിട്ടാണ് സ്റ്റാർട്ടായത്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇറങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. അപ്പോൾ ഗ്രീൻവിച്ച് വില്ലേജ് എന്നാണ്. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ആൾ താമസം ഇല്ല, ആൾക്കാരൊന്നും ഇല്ലാത്തൊരു വലിയൊരു സ്ഥലമാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിപ്പോൾ ആൾക്കാരുള്ള ഒരു നല്ല സിറ്റിയാണ് വെച്ചാൽ പോലും ആ സമയത്ത് ആരും ഡ്രൈവ് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ ഈ സമയത്ത് ട്രാവലിങ്ങും അത്ര നല്ലതല്ല. അങ്ങനെ രാത്രി ഇങ്ങനെ ലോങ് വേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചത്. എന്തായാലും ഡോക്ടേഴ്സിനെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് എത്തുന്നവരേക്കും കേസ് അറ്റൻഡ് ചെയ്യുന്നവരേക്കും ചിന്ത ഫുള്ള് ആ പേഷ്യൻറ്റിനെ കുറിച്ചാണ്. ആരുടെ ഡെലിവറിയാണെന്ന് നോക്കുമ്പോൾ ഓട്ട് സോർലി, അവരുടെ ഫാമിലിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ മിസ്സിസ് ഓട്ട് സോർലിയുടെ
പ്രസവം നോക്കാനാണ് ഈ ഡോക്ടർ പോകുന്നത്. എന്നാൽ ഇതിപ്പോൾ മിസ്സസ് ഓട്ട്സോർലിയുടെ ആദ്യത്തെ പ്രസവമൊന്നുമല്ല. ഷീ ഓൾറെഡി ഹാസ് എ ഡസൻ ചിൽഡ്രൻ. അപ്പോൾ 12ഓളം കുട്ടികളുണ്ട്. അങ്ങനെ പ്രസവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓട്ട്സോർലി പറയുന്നത് അവരുടെ വീട്ടിലേക്ക്, അവരുടെ ഫാം ഹൗസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഓട്ട്സോർലി വന്നിട്ട് ഇവരുടെ ഫാമിലി ഫ്രണ്ട്സാണ്. ഇവരുടെ അച്ഛനാണ്, ഈ ഡോക്ടറിൻ്റെ അച്ഛൻ, ഓൾഡ് ബെൻസൺ എന്നേ പറയുന്നുള്ളൂ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ആദ്യം ഈ സ്ത്രീക്ക് പ്രസവം നോക്കിയിരുന്നത്. അപ്പോൾ അച്ഛൻ എന്താ വെച്ചാൽ പണ്ട് ഒരു സോഷ്യൽ സർവീസ്, അങ്ങനെ പൈസ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്തുനിന്ന് വാങ്ങരുത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സർവീസ് മൈൻഡായിട്ട് അധികം പൈസയൊന്നും വാങ്ങണ്ടായിരുന്നില്ല. പിന്നെ ഇനിയൊരു ചില സമയത്ത് എന്താ വെച്ചാൽ പൈസയെ വാങ്ങില്ല, ഫ്രീ ആയിട്ട് നോക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർ സർവീസും ചെയ്യും, എന്നാൽ ഒരു ചെറിയ ഒരു പേയ്മെൻറ്റെങ്കിലും നടത്തണമല്ലോ, എന്നാൽ പേയ്മെൻറ്റേ അവർ ചെയ്യില്ല. അപ്പോൾ ഓട്ട്സോർലി വന്നിട്ട് എന്താ വെച്ചാൽ എപ്പോൾ നോക്കുമ്പോഴും ബേബി ബിൽസ് ബാക്കി വയ്ക്കും. അപ്പോൾ ഒരു ഡെലിവറി കേസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ മിനിമം 50,000 ആവും. ഇതിപ്പോൾ കുറേ മുമ്പാണ്, അറൗണ്ട് 1943 അങ്ങനെയുള്ള കാലഘട്ടത്താണ് ഇത് ഉണ്ടായിരുന്നത്, ഈ സ്റ്റോറി സംഭവിക്കുന്നത്. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ അന്നൊന്നും ഇത്ര എമൗണ്ട് ആവില്ലായിരുന്നെങ്കിലും ഒരു ചെറിയ രീതിയിലൊക്കെ ഡെലിവറി ചാർജ് എന്ന് പറയുന്നത് ഉണ്ടാവും. അപ്പോൾ ഈ ഡെലിവറി കേസിന് എന്ന് പറയുമ്പോൾ എന്തായാലും ഈ ഡെലിവറി ചാർജ് മാത്രമല്ലാതെ മെഡിസിൻ തൊട്ട് എല്ലാത്തിനും ചാർജ് ആവും. മിസ്റ്റർ ഓട്ട്സോർലി എന്താ വെച്ചാൽ ഭാര്യയുടെ പ്രസവത്തിൻ്റെ ആ ചാർജ് വന്നിട്ട് എപ്പോഴും കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ പറയും അടുത്ത പ്രസവത്തിന് നോക്കാം ബാക്കിന്ന്. ആ സമയത്തും പറയും അടുത്ത പ്രസവത്തിന് നോക്കാം, ഈ ബാക്കി പൈസ തരാമെന്ന്. അങ്ങനെ പൈസ സെറ്റിൽ ബില്ലൊക്കെ ബാക്കിയുണ്ട്. ബേബി ബിൽസ് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ബെൻസൻ്റെ അച്ഛനാണ് ആദ്യമായിട്ട് ഈ സ്ത്രീക്ക് പ്രസവം നോക്കിയത്. ഇപ്പം മകൻ ഡോക്ടറായി, എന്നിട്ടും ആ സ്ത്രീയുടെ പ്രസവം നിർത്തിയിട്ടില്ല, പ്രസവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഡോക്ടറാണല്ലോ, ഈ ചെറുപ്പക്കാരനാണെങ്കിൽ ആകെ ഇറിറ്റേഷൻ. അച്ഛൻ തുടങ്ങി വെച്ചതാണ്, എന്താ ചെയ്യുക, ഇപ്പോൾ ഞാൻ മാത്രം ബില്ല് വാങ്ങി വെച്ചാൽ അത് ഇഷ്ടപ്പെടുമോ, ഇല്ലല്ലോ. അപ്പോൾ ഒരു ഇറിറ്റേഷനാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അതുമാത്രമല്ല, എപ്പോൾ നോക്കുമ്പോഴും അസമയത്താണ് ഈ സ്ത്രീ പ്രസവിക്കുന്നത്. ഈ 2 മണിക്കൊക്കെയാണോ കുട്ടികൾ ജനിക്കുന്നത്? ഒരു നല്ല ക്ലൈമറ്റിലും മിസ്സസ് ഓട്ട്സോർലി പ്രസവിച്ചിട്ടില്ല. എല്ലാ ഡെലിവറിയും ഇങ്ങനെയാണ്, അർദ്ധരാത്രി, അസമയം, ഇങ്ങനത്തെ സമയത്തൊക്കെയാണ് ആ സ്ത്രീ എപ്പോൾ കണ്ടാലും പ്രസവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ. അപ്പോൾ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറിനെ എണീപ്പിച്ചിട്ട് ഡെലിവറി കേസ് എന്ന് പറയുക, എന്നിട്ട് പൈസയും കൊടുക്കില്ല, അടുത്ത പ്രസവത്തിന് പൈസ തരാമെന്നും പറയുക. അച്ഛൻ തുടങ്ങി വെച്ചതാണെങ്കിലും ഈ ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരൻ ഡോക്ടറായതുകൊണ്ട് എന്തായാലും പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അച്ഛൻ്റെ ആ പ്ലഷറൊന്നും മകനക്ക് ഇപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് ഓട്ട്സോർലിയുടെ കണ്ടീഷൻ. അപ്പോൾ അവരുടെ ഫാം ഹൗസ് ഇനിയും കുറച്ച് നേരം ട്രാവൽ ചെയ്യണം അവിടെ എത്തണം വെച്ചാൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ആ ഒരു ഹൈവേയിൽ ഒരു മെലിഞ്ഞൊരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട് എ തിൻ മാൻ. അപ്പോൾ മെലിഞ്ഞൊരു ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടറിന് ഒരു സമാധാനമായി, എന്തായാലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണ്ടല്ലോ ഈ ഒരു അസമയത്ത്. അപ്പോൾ ഡോക്ടർ അയാളെ വിളിച്ചിട്ട് ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്തത്. ലിഫ്റ്റ് നമ്മൾ ചോദിക്കും ഈ അവസ്ഥയിൽ, പക്ഷേ ഡോക്ടർ ഇപ്പോൾ ഒരു കമ്പാനിയൻ മതി എന്നും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് ലിഫ്റ്റ് ഓഫർ ചെയ്യുകയാണ് ചെയ്തത്. ഉടനെ തന്നെ അയാളും പെട്ടെന്ന് കാറിൽ കയറി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു. അപ്പോൾ ആ ഒരു കാറിലിടയിൽ കയറിയ വ്യക്തി തന്നെയാണ് പറയുന്നത്, ഞാൻ ഡെട്രോയിറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു സിഗരറ്റ് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഹാപ്പി ആയിട്ട് ഓഫർ ചെയ്തു. ഓ ശരി പറഞ്ഞു, ഒരു സിഗരറ്റ് കൊടുത്തു. അങ്ങനെ ഇയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വന്നിട്ട് വാർ സമയത്ത്
നിങ്ങളുടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഡോക്ടറിനപ്പോൾ അതിശയം, വാറിലൊക്കെ സെർവ് ചെയ്തിരുന്നോ? അപ്പോൾ ആർമിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ ചോദിച്ചു. അപ്പോൾ മോർ ഓർ ലെസ്, അങ്ങനെ ആർമിയിലല്ല, ഞാൻ ആംബുലൻസ് സെക്ഷനിലാണ് ഉണ്ടായിരുന്നത്. മെക്കാനിക്കാണോ ചോദിച്ചു. മോർ ഓർ ലെസ് എന്നാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ അവിടെ ആ ഒരു മെക്കാനിക് ഫീൽഡിലാണ് ഇടപെട്ടിരുന്നത്. എന്താ ചെയ്തിരുന്നത് വെച്ചാൽ 4 വർഷമായിട്ട് ആംബുലൻസ് ഓട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആംബുലൻസ് ഡ്രൈവറായിരുന്നു ഞാൻ. പിന്നെ യുദ്ധം കാരണം എന്തായാലും എത്രയോ പേർക്ക് ജോലി നഷ്ടപ്പെടും. അങ്ങനെ വാറ് കാരണമാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. അപ്പോഴാണ് വാറിൽ പങ്കെടുത്ത വ്യക്തിയാണെന്നുള്ളത് ഡോക്ടർ അറിയുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡോക്ടർ കേട്ടു. ഇപ്പോൾ പോകുന്നത് ഒരു ഓട്ടോമൊബൈൽസ് പ്ലാന്റ്സിൽ ജോലി തിരഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു, കുറച്ച് ഫ്രീഡം കൂടുതലാണ്. അപ്പോൾ ചോദിച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയൊരു സിഗരറ്റും കൂടെ എടുത്താൽ കുഴപ്പമുണ്ടോ ചോദിച്ചു. ഡോക്ടർ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. എന്നാൽ ഇദ്ദേഹം പെട്ടെന്ന് ഡോക്ടറിൻ്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഇദ്ദേഹം തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറിന് ഒരു ഇറിറ്റേഷൻ തോന്നി. എത്ര തന്നെ മിണ്ടി പരിചയപ്പെട്ടാലും ഇങ്ങനെ ഫ്രീഡം എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പോക്കറ്റിനകത്ത് കൈയിടുന്നത് അറിഞ്ഞു. അപ്പോൾ അയാൾ പറയാണ്, അയാളുടെ പേര് ഇവാൻസ് എന്നാണ്. അപ്പോൾ ഈ ഇടയിൽ കയറിയ വ്യക്തിയുടെ പേരെന്താ വെച്ചാൽ ഇവാൻസ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് ജോലിയുടെ കാര്യം പറഞ്ഞു വന്നത്. അപ്പോൾ ഞാനൊരു ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവാൻസ് പറഞ്ഞു, വെറുതെ അല്ല ഞാൻ ഈ കാറിനകത്ത് കയറുമ്പോൾ മരുന്നിൻ്റെ മണം അടിച്ചത്. അപ്പോൾ അതും പറഞ്ഞിട്ട് അവരിങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടറിന് വന്നിട്ട് ഓട്സ് ഓർലിയുടെ ഓർമ്മയും വന്നു. ഇതിൻ്റെ ഇടയിൽ ഡോക്ടർ വന്നിട്ട് അയാളുടെ മുഖത്തൊന്ന് നോക്കി. ഇവാൻസിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ആൾ നല്ല മെലിഞ്ഞിട്ടാണല്ലോ. കണ്ണും ഒരു പ്രത്യേക ഒരു നോട്ടം. മുഖത്തൊരു മുറിവിൻ്റെ അടയാളമുണ്ട്. ഈ അടുത്തങ്ങാണ്ടായതാ തോന്നണമെന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് നേരം ഒരു സൈലൻ്റായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ മിസ്സസ് ഓട്സ് ഓർലിയുടെ കാര്യം ഓർമ്മ വരുമ്പോൾ സമയം പറയണം. അങ്ങനെ സമയം നോക്കാൻ വേണ്ടി പോക്കറ്റിനകത്ത് കൈയിട്ടപ്പോൾ വാച്ചില്ല. അപ്പോൾ ഇദ്ദേഹം വാച്ച് എപ്പോഴും പോക്കറ്റിൽ, ഓവർകോട്ടിൻ്റെ പോക്കറ്റിലാണല്ലോ വയ്ക്കാറ്. പോക്കറ്റിൽ കൈയിട്ടപ്പോൾ വാച്ചില്ല. കുറച്ച് മുമ്പല്ലേ ഇവാൻസ് ഡോക്ടറിൻ്റെ പോക്കറ്റിനകത്ത് കൈയിട്ടത്. അപ്പോൾ ഡോക്ടറിൻ്റെ വാച്ച് ആരാ എടുത്തത്? അപ്പോൾ സൈലൻ്റായിട്ട് 1 മിനിറ്റ് ഇരുന്നു. ഡോക്ടറിന് മനസ്സിലായി ഇവാൻസ് തന്നെയാണ്, പോക്കറ്റിൽ ഇപ്പോൾ കൈയിട്ടില്ലേ, ഇവാൻസ് തന്നെയാണ് എടുത്തത്. സൈലൻ്റായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ലെതർ പിസ്റ്റൽ ഒന്ന് തുറന്നിട്ട് ആ പിസ്റ്റൽ ബാഗ് തുറന്നിട്ട് അങ്ങനെ ഗണ്ണെടുത്തു. ഗണ്ണെടുത്തിട്ട് ഇവാൻസിൻ്റെ നേരെ പോയിൻ്റ് ചെയ്തു. അപ്പോൾ ഇവാൻസ് ആകെ ഷോക്കായി. എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നിങ്ങളിങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലല്ലോ എന്ന് ഡോക്ടറിന് ഇവാൻസ് പെട്ടെന്നൊന്ന് ഷോക്കായി. എന്താ ഡോക്ടർ ഇങ്ങനെ പെരുമാറുന്നതെന്ന്. അപ്പോൾ ഡോക്ടർ ആകെ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ വാച്ച് മര്യാദയ്ക്ക് തിരിച്ച് തന്നോ, എൻ്റെ പോക്കറ്റിലേക്ക് വാച്ച് ഇട്ട് തന്നോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഇവാൻസ് ആകെ വിറയ്ക്കാൻ തുടങ്ങി. കൈയും കാലൊക്കെ വിറച്ചിട്ട് എന്ത് ചെയ്തു, ഇവാൻസ് വാച്ച് ഡോക്ടറിൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഒന്നും ചോദിച്ചില്ല. ഇവാൻസിനെ പകുതി വഴിയിൽ വെച്ച് ഡോക്ടർ ഇറക്കി വിട്ടു. എന്തായാലും ഒരിക്കൽ മോഷ്ടിച്ച ഒരു വ്യക്തിനെ ഇനി കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് ഓട്സ് ഓർലിയുടെ ഫാം ഹൗസിലേക്ക് പോയി. അവരുടെ മൂത്ത മകനാണ് ഡോക്ടറിന് വിളക്കൊക്കെ കാട്ടി വഴി കാണിച്ചു കൊടുക്കുന്നത്. എന്തായാലും ഇരുട്ടത്തല്ലേ, അപ്പോൾ വിളക്കും കാട്ടി അങ്ങനെ ഫാം ഹൗസിനകത്ത് ഡോക്ടർ കയറി. പിന്നെ ഡോക്ടർ ഇപ്പോൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എന്താ വച്ചാ ഇതിപ്പോൾ മിസ്സസ് ഓട്സ് ഓർലിയുടെ ആദ്യത്തെ പ്രസവമൊന്നും അല്ലല്ലോ, എത്രയോ ആണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വലിയ സാഹസമായിട്ട് പറയും, അഭിമാനം ഉണ്ടല്ലോ, ഒരു കള്ളൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്, സാരം തിരിച്ചു മേടിച്ചത്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് ഒരു കള്ളൻ്റെ കയ്യിൽ നിന്ന് പോയ വാച്ചിനെ തിരിച്ച് വാങ്ങിച്ചത്? അപ്പോൾ അത് കുറച്ച് അഭിമാനം കൊടുക്കുന്ന കാര്യമാണല്ലോ.
അപ്പോൾ മിസ്റ്റർ റോഡ്സോർലിയുടെ അടുത്ത് ഇങ്ങനെ ഡോക്ടർ പറയുമായിരുന്നു, ഈ കഥയൊക്കെ പറഞ്ഞു വരണ വഴിക്ക് ഒരു കള്ളൻ വന്നിട്ട് വാച്ച് മോഷ്ടിക്കാൻ നോക്കി, അങ്ങനെ തിരിച്ചെടുത്തു എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഡോക്ടർ നല്ല ധൈര്യമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞ് അവർക്കൊക്കെ ഒന്ന് സന്തോഷമായി. ചെറിയ പ്രായത്തിൽ ഡോക്ടർ ഇത്ര ധൈര്യം കാട്ടിയ വ്യക്തിയാണോ? അതാണ് ഓട്ട്സോർലിയും വിചാരിച്ചത്. എന്നിട്ട് എന്തായാലും മിസ്സസ് ഓട്ട്സോർലി പ്രസവിച്ചിട്ട് അരമണിക്കൂറായി. നോക്കാം, ഇപ്പോൾ സമയം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സമയം നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല. അതും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഡോക്ടർ വാച്ച് എടുത്തിട്ട് വിളക്കിൻ്റെ അടുത്തൊന്ന് പോയി നോക്കി. ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നു ഈ വാച്ചിൻ്റെ ഗ്ലാസിൻ്റെ മേലെ. എന്നാൽ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതിൻ്റെ സൈഡിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ആ ഇൻസ്ക്രിപ്ഷൻ എന്താന്ന് പറയാം. ടു പ്രൈവറ്റ് ഇവാൻസ്. അപ്പോൾ ടു പ്രൈവറ്റാണ് ഇവാൻസിന് സ്റ്റേറ്റ് കൊടുക്കുന്ന ഒരു പ്രൈസാണ് ഇത്, ഒരു അവാർഡ് എന്ന് പറയാം. എന്തിനാ വെച്ചാൽ കുറേ പേരുടെ ജീവൻ രക്ഷിച്ച ആംബുലൻസ് ഡ്രൈവറായ ഇവാൻസ്. അപ്പോൾ അദ്ദേഹമാണ് വാറിൻ്റെ ഇടയിൽ നിന്ന്, അപകടത്തിൽ നിന്ന് കുറേ പേരുടെ ജീവൻ രക്ഷിച്ചത്. അതിന് സ്റ്റേറ്റ് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ വാച്ച്. അങ്ങനെ നേഴ്സിൻ്റെ പേര് നെസ്ബിറ്റ് ജോൺസ്, ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഡോക്ടർ ആകെ ഷോക്കായി. അപ്പോൾ എന്താണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്? ഡോക്ടറിൻ്റെ വാച്ച് എവിടെ? അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സീൻ ഓർമ്മ വേണം ലാസ്റ്റെന്ന്. അതായത് ഡോക്ടർ സമയം നോക്കിയിട്ട് വാച്ച് എവിടെ വെച്ചത്? ടേബിളിൻ്റെ മേത്ത്. ഓവർ കോട്ടിൻ്റെ പോക്കറ്റിൽ എന്താ ഇട്ടത്? സിഗരറ്റ്സ് ആണ്. സിഗരറ്റ് പാക്കറ്റ് മാത്രമേ ഇട്ടുള്ളൂ. വാച്ച് അവിടെ വെക്കേണ്ടത്, പക്ഷേ ടൈം നോക്കിയിട്ട് ടേബിളിൻ്റെ മേത്ത് വെച്ചിട്ട് പോയി. അപ്പോൾ ഇതിൽ ഡോക്ടർ എന്തിനാ തെറ്റിദ്ധരിച്ചത് വെച്ചാൽ ഇവാൻസിൻ്റെ പ്രവൃത്തി, കാരണം പെർമിഷൻ ചോദിക്കാതെ ഡോക്ടറിൻ്റെ പോക്കറ്റിൽ കൈയിട്ടത് കൊണ്ട്. അപ്പോൾ ഡോക്ടർ വിചാരിച്ചാൽ മാന്യമായിട്ട് ഇത് ഡീൽ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇവാൻസ് പറയുമായിരുന്നു, ചോദിച്ചതായിരുന്നെങ്കിൽ കാര്യം അയാൾ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം പറയുമായിരുന്നു. പക്ഷേ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സംശയം കാരണം ഇവാൻസ് അവർക്ക് സ്റ്റേറ്റ് കൊടുത്ത ഒരു ഗിഫ്റ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഡോക്ടറിൻ്റെ സംശയം കാരണം ഒരാളുടെ ഗിഫ്റ്റിനെ നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു കണ്ടൻസാണ് ഈ സ്റ്റോറിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ടൈറ്റിൽ മീനിങ്, എ കേസ് ഓഫ് സസ്പീഷ്യൻ. സംശയം കാരണം വന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ സമ്മറി ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഓൾ.